നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രക്തസാക്ഷരതാ യജ്ഞം കലാഭവമണി ഇരിഞ്ഞാലക്കുടയിൽ. CPIM ജൂലൈ 28-ന് കരുവന്നൂർ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. മേളാചാര്യൻ മഠത്തിൽ ഗോപാലമാരാർക്ക് ചികിത്സാ സഹായനിധി കൈമാറി. വാർത്തകൾ വിശദമായി. ഇരിഞ്ഞാലക്കുട ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി നടപ്പിലാക്കുന്ന രക്തസാക്ഷരതാ യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടമായ 1000 കുപ്പി രക്തം ശേഖരിക്കുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം പ്രശസ്ത സിനിമാ താരം കലാഭവമണി വെള്ളിയാഴ്ച ഇരിഞ്ഞാലക്കുടയിലെ ക്യാമ്പസുകളിൽ പര്യടനം നടത്തുന്നു. രാവിലെ 9:30-ന് ക്രൈസ്റ്റ് കോളേജിലും 10 മണിക്ക് സെന്റ് ജോസഫ് കോളേജിലും രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന ആഹ്വാനവുമായി കലാഭവമണി ഇരിഞ്ഞാലക്കുടയുടെ രക്തസാക്ഷരതാ യജ്ഞത്തിൽ പങ്കാളിയാവും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 28-ന് കരുവന്നൂർ പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. സമരത്തിന്റെ പ്രചരണാർത്ഥമുള്ള കാൽനട പ്രചരണ ജാഥ കാക്കാതിരുത്തിയിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ ഉല്ലാസ് കളക്കാട്ട്, KP ദിവാകരൻ മാസ്റ്റർ, KC പ്രേമരാജൻ, PA മനോജ് കുമാർ, ശങ്കരനാരായണൻ, M രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മേളാചാര്യൻ മഠത്തിൽ ഗോപാലമാരാരുടെ ചികിത്സാ സഹായനിധി കൈമാറി. വലതുകാലിലുണ്ടായ വ്രണത്തെ തുടർന്ന് 3 മാസമായി ചികിത്സയിലാണ് മഠത്തിൽ ഗോപാലമാരാർ. കാലിലെ മുറിവ് ഗുരുതരമായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. 1,40,000-ഓളം രൂപ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമുണ്ട്. ഈ അവസ്ഥയിലാണ് ദേവസ്വങ്ങളും ആസ്വാദകരും കലാകാരന്മാരും മുന്നോട്ട് വന്നത്. കേരള സംഗീത നാടക അക്കാദമി സ്വരൂപിച്ച സഹായനിധിയിലേക്കുള്ള തുക അക്കാദമി സെക്രട്ടറി രാവുണ്ണി ഗോപാലമാരുടെ വസതിയിൽ വെച്ച് അദ്ദേഹത്തിന് നൽകി. ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി VN കൃഷ്ണൻകുട്ടി, ഡോക്ടർ KN പിഷാരടി, KV ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.